ഇതുമായി ബന്ധപ്പെടുന്ന റിപ്പോർട്ടിലേക്ക് തന്നെയാണ്. അത് കർണാടകയിലെ ബിഡദിയിൽ ഓഗസ്റ്റ് 12-ന് KSRTC ബസ്സിന് നേരെ ഉണ്ടായ മുട്ടയേറിന്റെ ഞെട്ടലിലാണ് ബസ് ജീവനക്കാർ. ഡ്രൈവർ വൈപ്പർ ഇടാതെ ബസ് മുന്നോട്ടെടുത്തതാണ് വൻ അപകടം ഒഴിവാക്കിയത്. ഹൈവേയിലെ പിടിച്ചുപറി സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് സംശയം. അവിടുന്ന് ഒരു 3 ആൾ നിന്ന് റെഡിയായിട്ട് ക്ലാസ്സിലേക്ക് മുട്ട എറിഞ്ഞു. 2 പേരുടെ ബൈക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. പെട്ടെന്ന് ഞാൻ എന്താക്കി വെച്ചാൽ ഇത് കുറേ അനുഭവമുള്ളതുകൊണ്ട് വൈപ്പറൊന്നും ഇടാണ്ട് വണ്ടി സ്ലോ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത് സേഫല്ല എന്ന് തോന്നിയുകൊണ്ട് കുറേ മുമ്പോട്ട് പോയി വട്ടവും വെളിച്ചമൊക്കെ ഇതിലെടുത്ത് പോയി ഞാനും കണ്ടക്ടറും കൂടെ വണ്ടിയുടെ ക്ലാസ്സൊക്കെ കഴുകിയിട്ട് റണ്ണിങ്ങിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളെ മേലധികാരികളെയൊക്കെ വിവരം അറിയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, തൊട്ട് നേരത്തെ നമ്മളൊരു അപകടവും ആ അപകടത്തിൻ്റെ ഭാഗമായി അതിൽ മരിച്ച മിഥിലേഷിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണവും ഒക്കെയാണ് കണ്ടത്. ശരിക്കും അതുപോലെ ഒരു അപകടത്തിലേക്ക് എത്തേണ്ടതായിരുന്നു ഈ സംഭവം, ഈ ഓഗസ്റ്റ് 12-ന് നടന്ന ഈ സംഭവം. പക്ഷേ ആ ഡ്രൈവറുടെ, അവരുടെ ജീവനക്കാരുടെ ഒരു മനസാന്നിധ്യമാണ് സത്യത്തിൽ ആ യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതരാക്കി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത്, ഒപ്പം ഇവരുടെ അടക്കം ജീവനുകൾ. അപ്പോൾ ഈ സ്ഥലം ഇത് പ്രശ്നമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള പിടിച്ചുപറി സംഘങ്ങളുണ്ട്. ഹൈവേയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി മുട്ടയേറും മറ്റു കാര്യങ്ങളും ചെയ്ത് പിടിച്ചുപറിക്കുന്ന തരത്തിൽ ആക്രമിക്കുന്ന ആളുകളുണ്ട് എന്ന കാര്യത്തിൽ ഈ 2 ഉദാഹരണങ്ങളോടുകൂടി വ്യക്തമാവുകയാണ്. ശ്യാമലി, തീർച്ചയായും അത്തരത്തിലൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ജീവനക്കാർക്കും അതുപോലെ തന്നെ KSRTCക്കും ഉൾപ്പെടെ പൊതുസമൂഹത്തിനും ഉൾപ്പെടെയുള്ളത്. കാരണം 8-ാം തീയതി ഇത്തരത്തിലൊരു അപകടം നടക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നു, മഴയുണ്ടായെന്ന് പറയുന്ന പല കാരണങ്ങൾ പറഞ്ഞാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അപ്പോഴും KSRTC പറയുന്നു അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല, കൂടുതൽ പരിശോധന നടത്തണമെന്ന്. ഇതിനിടയ്ക്കാണ് 12-ാം തീയതി ചൊവ്വാഴ്ച കാസർഗോഡ് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ് തിരിച്ച് ബുധനാഴ്ച രാത്രി 8:30-ക്ക് അവിടെ നിന്ന് പുറപ്പെടുന്ന ബസ് 9 മണിയോടെ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ചൽപ്പം 10-15 കിലോമീറ്റർ അപ്പുറമാണ് ഈ ബിഡദി എന്ന സ്ഥലം. ആളൊഴിഞ്ഞ പ്രദേശമാണ്, ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് സർവീസ് റൂട്ടിലേക്ക് പ്രവേശിക്കുന്ന ഇടയ്ക്കാണ് ഈ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മുട്ടയെറിയുന്നത്. ഈ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം പരിചയമുള്ള ആളാണ് സുരേഷ് എന്ന കാസർഗോഡ് ഡിപ്പോയിലെ ആൾ. അദ്ദേഹം ഈ വൈപ്പർ ഇട്ടാലുള്ള അപകടം അറിയാം. അതുകൊണ്ട് തന്നെ വളരെ സംയമനത്തോടെ തന്നെ വണ്ടി കാഴ്ച മങ്ങുന്ന ഇതിലൂടെ തന്നെ റോഡിലൂടെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോയി നിർത്താതെ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു തരത്തിൽ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ ഉണ്ടാവുന്നത്. ഈ കാഴ്ച മറയ്ക്കുകയും ആളുകൾക്ക് ഡ്രൈവർക്ക് പൊടുന്നതിനെ നിയന്ത്രണം വിടുകയും ചെയ്യുന്ന അപകടമുണ്ടാകുന്നു. ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തക എന്ന രീതിയിൽ ഈ പ്രദേശവാസികൾ എന്ന നിലയിലൊക്കെ കൂടെ അവിടെ എത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ കവർച്ചയ്ക്കുൾപ്പെടെ ശ്രമിക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച 8-ാം തീയതിയിലെ ഈ അപകടം പോലും ഇത്തരത്തിൽ മുട്ടയെറിഞ്ഞാണെന്ന് ഇപ്പോൾ സംശയങ്ങൾക്കുള്ള ചില തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ പൊടുന്നനെ ഈ ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. പൊടുന്നനെ നിയന്ത്രണം വിട്ട ഒരുപക്ഷെ അങ്ങനെ ആവാം എന്ന് സംശയിക്കത്തക്ക തെളിവുകളാണ്. മാത്രവുമല്ല ഈ 12-നുണ്ടായ സംഭവം അതിന് സമാനമാവുന്നു. പക്ഷേ ഡ്രൈവറുടെ സമീപനവും പരിചയവും ഉള്ളതുകൊണ്ട് മാത്രം അപകടമുണ്ടായില്ല. സ്വാഭാവികമായിട്ടും ദേശീയപാതയാണ്, വലിയ വേഗത്തിലാണ് ആ പ്രദേശത്തുകൂടെ വാഹനങ്ങൾ വരാറ്. ആ സമയത്ത് പൊടുന്നനെ ചില്ലിലേക്ക് കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഒരുപക്ഷെ നിയന്ത്രണം വിടാം. അങ്ങനെ അപകടങ്ങളിലേക്കൊക്കെ ഈ അപകടമുണ്ടായ ശേഷം രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേനയാണ് ഇത്തരം ഈ ഹൈവേ റോബറി സംഘങ്ങൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അവരുടെ എല്ലാ സമ്പത്തും അങ്ങനെ പല ഘട്ടങ്ങളിൽ മോഷ്ടിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ഈ ഭാഗത്ത് വേണം. മാത്രമല്ല ഈ സുരക്ഷ ഈ മേഖലകളിൽ ഹൈവേ പോലീസൊന്നുമില്ല. കാരണം 25 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ എക്സിറ്റ് ഉള്ളത്. അതുകൊണ്ട് ഈ സർവീസ് റോഡിലൂടെ വരുമ്പോൾ ഈ അപകടം പതിവാണ് എന്ന് അങ്ങനെ ആശങ്കയുണ്ടെന്ന് ഡ്രൈവർമാരും പറയാറുണ്ട്. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്തു. 16 ബസ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അവരുൾപ്പെടെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ സുരേഷ് ഏട്ടൻ്റെ മകൾ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാദൃശിക സംഭവം. അത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്നു. എന്തായാലും ആകെ ആളുകളെ ഒന്നും അറിയിക്കാതെ തന്നെ, ഈ പ്രയാസം ഒന്നും അറിയിക്കാതെ തന്നെ അവർ രണ്ടുപേരും, കണ്ടക്ടറും ഡ്രൈവറും ആ കാര്യം കൈകാര്യം ചെയ്തു എന്നും കൂടെയുണ്ട്. പക്ഷേ ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഹൈവേയിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അസ്വാഭാവികമാണ് എന്ന് നമുക്ക് തോന്നും, യാദൃശികമാണെന്ന് തോന്നും. പക്ഷേ അതിൽ യാദൃശികമല്ല, ഇത്തരം ചില ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെ
തന്നെയാണ് ഈ സംഭവങ്ങൾ തെളിയാക്കുന്നത്. മാത്രമല്ല 8-ാം തീയതിയിലെ അപകടം കൂടുതൽ പരിശോധിക്കണമെന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല KSRTC ഈ വിഷയത്തെ സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ശ്യാമിലി. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.